അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഗിയർ വയർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഗോൾഡൻ ടച്ചുള്ള ഒരു ഗ്രീൻ ലോട്ടസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഗിയർ ലോക്കാണ്, ഇത് നമ്മളുടെ ബാക്ക് ചെയിൻ. അപ്പം നമുക്ക് തുടങ്ങാം. ആവശ്യമുള്ള അത്രയും വലുപ്പത്തിന് നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു നെക്ലൈസ് പോലെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് റിങ്ങും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ, അതായത് ഗിയർ വയറിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സൈഡ് റിങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗിയർ ലോക്കിനുള്ളിലൂടെ ഈ ഗിയർ വയറിട്ട് ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഗിയർ ലോക്ക് നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഗിയർ വയറിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം ഈ ഒരു ഗിയർ വയറിൻ്റെ ഒറ്റ സെൻറ്ററിലും പിന്നെ രണ്ട് സൈഡിലുമായിട്ടാണ് ഞാനിപ്പോൾ ഈ ലോക്കറ്റ് വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ലോക്കറ്റ് ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. അതിനു മുന്നേ ഒരു ഗിയർ ലോക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഒരു ഗിയർ ലോക്ക് ഇവിടെ ഇട്ട് കൊടുക്കുക. അതിന് നമ്മൾ പ്രസ് ചെയ്തു. ഇനി ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ലോക്കറ്റ് ഇട്ട് കൊടുക്കാം. ലോക്കറ്റ് ഇട്ട് കൊടുത്തു. വീണ്ടും നമുക്കൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗിയർ ലോക്കും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗിയർ ലോക്ക് നമുക്ക് പ്രസ് ചെയ്യാം. അപ്പം നമ്മുടെ ലോട്ടസ് ഒരെണ്ണം നമുക്കിവിടെ റെഡിയായി. അതേപോലെ ഇനി അടുത്തതിനെ നമുക്ക് ഇവിടെയായിട്ട് സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ആദ്യമായിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു ലോട്ടസ് ഇട്ട് കൊടുക്കാം. ലോട്ടസ് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു ഗിയർ ലോക്ക്. ഇത്രയായിട്ട് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മളത് പ്രസ് ചെയ്യുന്നില്ല. അതിന് കാരണം നമുക്ക് ഈ രണ്ടെണ്ണം ഒരേപോലെ വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്യാം. ഗിയർ ലോക്ക്, ഗോൾഡൻ ബീഡ്, ലോട്ടസ്, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു ഗിയർ ലോക്കും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പം നോക്കിയതിന് ശേഷം കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇടാനുള്ള സൈഡ് റിങ്ങിനുള്ള സ്പേസ് വിട്ട ശേഷമാണ് വെക്കുന്നത്. ഇത് ഏകദേശം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് നമുക്കതിനെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഗിയർ ലോക്ക് പ്രസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഗിയർ ലോക്കും
ഒരുമിച്ച് വെച്ച് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഗിയർ ലോക്ക് പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഈ സെൻറ്ററിലുള്ള ഈ ലോട്ടസും കൂടെ നമുക്കൊന്ന് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ പ്രസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഈ ഗിയർ ലോക്കും പ്രസ് ചെയ്തു. ഇപ്പം നല്ല അടിപൊളി ഒരു നെക്ക് പീസ് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ അറ്റത്തും കൂടെ നമുക്കൊരു ആദ്യം ഒരു ഗിയർ ലോക്ക്, അതിനുശേഷം ഒരു സൈഡ് റിങ്, വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി അത് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഈ ചെയിൻ, ബാക്ക് ചെയിൻ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻസും നെക്ക് പീസും ഒക്കെ ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നമ്മളുടെ ഇന്നത്തെ വർക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.